കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷ് ഫുഡ് കഴിക്കുന്നതിനിടയിൽ അച്ഛൻ അവനെ കളിയാക്കി മാനസമൈനെ പാട്ട് പാടുമ്പോൾ സുഭാഷ് ഫുഡ് മതിയാക്കി എണീറ്റ് പോവുകയാ. സുധീഷ് അച്ഛനെ വഴക്കു പറയാൻ എണീക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നിധി അവനെ തടഞ്ഞ് ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും സ്വന്തം ബാഗ് ന്യായീകരിക്കാൻ അച്ഛൻ ശ്രമിക്കും. അത് സുഭാഷ് ഏട്ടനെ കൂടുതൽ വിഷമാവേ ഉള്ളൂ. വിട്ടേക്ക്, കുറച്ചു കഴിയുമ്പോൾ നിർത്തിക്കോളുമെന്ന് നിധിയും. അവിടെ തന്റെ റൂമിലെ കട്ടിലിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് സുനന്ദ. മുറ്റത്തെ പന്തലിൽ അതിഥികളെ സൽക്കരിക്കുന്ന തിരക്കിനിടയിൽ ഗംഗാധരന്റെ അടുത്തേക്ക് ലളിത എത്തി. ഗംഗേട്ടാ, പൂവിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. അത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ പറയാതിരിക്കോ? കല്യാണ പെണ്ണിന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചൂടാനുള്ള പൂവും നാളെ കാലത്തെത്തും. പോരെ എന്ന് ഗംഗേട്ടനും. ലളിത അത് ചിരിയോടെ സമ്മതിക്കുമ്പോഴേക്കും ഇനി ആരെങ്കിലും കഴിക്കാനുണ്ടോ ലളിതേ എന്ന് ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് ലളിത പറയേ. എന്നാലേ ഞാനേ ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങട്ടെ. അവിടെ ധനശേഖരൻ മാത്രമല്ലേ ഉള്ളൂ. വരുന്ന നാട്ടുകാരെ ഗവനിക്കാൻ ആരും ഉണ്ടായെന്ന് വരില്ലെന്ന് ഗംഗേട്ടൻ പറയേ. ഞാനിപ്പോ അവിടെ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. ഒരുവിധം ആളുകളൊക്കെ അവിടെ വന്നു കഴിഞ്ഞെന്ന് ലളിതയും. എന്നാലും ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗംഗേട്ടൻ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ലളിത അപ്പോഴേക്കും റൂമിൽ കരഞ്ഞിരിക്കുന്ന സുനന്ദയുടെ അരികിലേക്ക് എത്തി. നീ എന്താ കഴിക്കാൻ വരാത്തെ എന്ന് ചോദിക്കേ. എനിക്ക് വേണ്ടെന്ന് സുനന്ദയും. അത് എന്തുകൊണ്ടാന്നാ ചോദിച്ചതെന്ന് അമ്മ ചോദിക്കേ. എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലമ്മേ എന്ന് സുനന്ദയും. നോക്ക്, നാളെ കല്യാണമാ. ഇങ്ങനെ ഉറങ്ങാതെയും കഴിക്കാതെയും മോന്തയും വീർപ്പിച്ചിരുന്ന നാട്ടുകാർ എന്നോടാ ചോദിക്കുക മോൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ ലളിത റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു പ്ലേറ്റിൽ ചോറുമായി അങ്ങോട്ട് എത്തുന്നുണ്ട്. ഡി, ഇത് കഴിക്കേ. അത്താഴ ഭക്ഷണം കിടന്നാലേ മുഖത്ത് ക്ഷീണം കാണും. കഴിക്കെന്ന് പറയുന്നുണ്ടെങ്കിലും സുനന്ദ അതേ ഇരിപ്പ് തന്നെയാ. ലളിത ദേഷ്യത്തോടെ ആ പ്ലേറ്റ് ബെഡിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ വരും, അപ്പോഴേക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിരിക്കണം. പിന്നെ അതിനിടയ്ക്ക് ആരെങ്കിലും നിന്നോട് സംസാരിക്കാമെന്നാ നല്ല ചിരിച്ച മുഖത്തോടെ സംസാരിക്കണം. ഇങ്ങനെ മുഖവും കയറ്റിപ്പിടിച്ച് ചത്ത വീട്ടിലെ ചാർച്ചക്കാലെ പോലെ ഇരിക്കരുത് എന്നവളെ വഴക്ക് പറഞ്ഞ് അമ്മ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവിടെ സുഭാഷിന്റെ വീട്ടിലും എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴേക്കും സുഭാഷ് അതുവഴി വന്ന് എനിക്ക് നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ ചെന്ന് ഡോറടച്ച് ടെൻഷനോടെ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട് സുഭാഷ്. സുനന്ദയെന്ന് അടുക്കളയിൽ വെച്ച് തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കെ സുഭാഷ് സങ്കടത്തോടെ പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് അമ്മ വരുമ്പോഴും സുനന്ദയും ഫുഡൊന്നും കഴിക്കാതെ കരച്ചിലോടെ ഇരിപ്പാ. അവർ ദേഷ്യത്തോടെ അവളെ തട്ടി വിളിച്ചുകൊണ്ട് ഡി, നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇത് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നോ ഇല്ലയോ? വീട്ടിൽ ആളുകളൊക്കെ ഉണ്ട്, അവരുടെ മുന്നിൽ വെച്ച് എന്റെ ശബ്ദം ഉയരാൻ ഇടയാക്കല്ലേ. ഇനി കഴിച്ചില്ലെങ്കിലും സാരമില്ല, കണ്ണു മിഴിച്ച് ആലോചിച്ചിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. കാലത്ത് 6 മണിക്ക് ബ്യൂട്ടീഷ്യൻ വരും. അവരുടെ മുന്നിൽ ഈ തിരുമോന്തയും കയറ്റി നിൽക്കാനുള്ളതാ. ഉറങ്ങാതെ കനം പിടിച്ച മുഖവുമായി നിന്നാലേ ആ ചെറുക്കന്റെ വീട്ടുകാർ എന്ത് വിചാരിക്കും? അതുകൊണ്ടൊന്ന് ഉറങ്ങി തുലയെങ്കിലും ചെയ്യും. നിന്റെ മനസ്സിൽ ഇപ്പോ എന്താണെന്ന് എനിക്കറിയാം. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞാൽ മറക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. പുതിയ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് മനസ്സിലാവും ഉപേക്ഷിച്ച് കളഞ്ഞത് നല്ലതിനായിരുന്നുവെന്ന്. അന്ന് അച്ഛനും അമ്മയും ശരിയായിരുന്നുവെന്ന് നീ തിരിച്ചറിയും. മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്കെന്ന് പറഞ്ഞ് ആ പ്ലേറ്റുമായി അവളുടെ അമ്മ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാണ്. അവിടെ തന്റെ റൂമിൽ സുഭാഷും ഇവിടെ തന്റെ റൂമിൽ സുനന്ദയും സങ്കടത്തോടെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനോടെ കരഞ്ഞോണ്ടിരിക്കുക. ഡൈനിങ് ഹാളിൽ ടെൻഷനോടെ ഇരിക്കായിരുന്ന നികേഷും എഴുന്നേറ്റ് ചെന്ന് സുഭാഷ് ഏട്ടന്റെ റൂമിന്റെ ഡോർ തുറന്നു നോക്കുമ്പോഴേക്കും സങ്കടത്തോടെ കട്ടിലിരിക്കുന്ന സുഭാഷ് ഏട്ടനെയാണ് കാണുന്നത്. ഞാൻ ഡോർ ചാരി തിരികെ ഡൈനിങ് ഹാളിലേക്ക് എത്തി. സുഭാഷ് ഏട്ടൻ ഉറങ്ങൊന്നുമല്ല, മുഖം കണ്ട കരഞ്ഞ പോലുണ്ടെന്ന് നികേഷ് പറയേ. കരയേ എന്ന് അമ്പരപ്പോടെ സുധീഷും ചോദിക്കുക. അവൻ അങ്ങോട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് ഏട്ടൻ അവിടെ ഇരുന്നേ, ഇപ്പൊ അങ്ങോട്ട് പോയി സുഭാഷ് ഏട്ടനോട് എന്ത് പറയാനാ? വെറുതെ ശല്യപ്പെടുത്തേണ്ടെന്ന് പറയുന്നുണ്ട് ഹരീഷ്. അപ്പോഴേക്കും നിധിയും സുഭാഷ് ഏട്ടൻ സ്വന്തം സങ്കടം ആരോടും പറയാറില്ല, മറ്റുള്ളവരുടെ സന്തോഷ പ്രധാനം, അവളോടുള്ള ഇഷ്ടം ഒരിക്കലും തുറന്നു പറയാൻ പറ്റാതെ പോയി. സുനന്ദയുടെ കാര്യം ഇനി അതിനേക്കാളും പ്രശ്നമാവും. ഒരാളോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് എങ്ങനെ വേറൊരാളോടൊപ്പം ജീവിക്കും? ജീവിതകാലം മുഴുവൻ അതൊരു സങ്കടമായിരിക്കും. അവർക്ക് വേണ്ടി നമുക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കേൾക്കെ സുധീഷും രണ്ടുപേരിൽ ഒരാളെങ്കിലും എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ആ അവസ്ഥ വരില്ലായിരുന്നു. ഒന്നുകിൽ അവളുടെ ഭാഗത്തുനിന്ന് മുൻകൈ എടുക്കണം, അല്ലെങ്കിൽ ഏട്ടന്റെ ഭാഗത്തുനിന്ന്. അപ്പോഴേക്കും ഹരീഷും ഏട്ടന്റെ ഭാഗത്തുനിന്ന് ഇനി എന്താ ചെയ്യാനുള്ളത്? നമ്മളെല്ലാവരും കൂടി അവരുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ചു. വീട്ടുകാര് സമ്മതിച്ചില്ല. ആ വഴി നടക്കില്ലെന്നായപ്പോ ഏട്ടത്തിയല്ലേ അമ്പലത്തിൽ പോയി താലി കെട്ടാൻ ഇറങ്ങിയത്. നമ്മളെല്ലാവരും എത്ര നേരം കാത്തിരുന്നേ. അവസാന നിമിഷം വരെ സുനന്ദ വന്നോ? ഇതിനും മേലെ ഏട്ടൻ എന്ത് ചെയ്യാനാ? വീട്ടിൽ പോയി തൂക്കിയെടുത്തോണ്ട് വരാൻ പറ്റുമോ? സുധീഷും അതും ശരിയാണ്, അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്കും ഒരു സ്നേഹം വേണ്ടേ എന്ന് പറയേ. അങ്ങനെ പറയില്ല സുധീഷേ, അങ്ങനെ സുനന്ദയെ മാത്രം കുറ്റം പറയാനാവില്ല. ആ വീട്ടിലെ അവസ്ഥ അറിയാലോ. എങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് ആര് കണ്ടു? പേടിച്ചിട്ട് വരാതിരുന്നതാണെങ്കിലോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കിടക്കാൻ നോക്ക്, ഞാൻ പാത്രം കഴുകി വെക്കട്ടെ എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് നിധി പാത്രം കഴുകിക്കളഞ്ഞ് അടുക്കളവാതിൽ തുറന്ന് പിന്നാമ്പുറത്തേക്ക് വേസ്റ്റ് വെള്ളം ഒഴിച്ച് തിരിയുമ്പോഴാണ് ഒരു നിഴലനക്കം കാണുന്നത്. അവൾ പേടിയോടെ ആരത്? ഉത്തരമില്ലേ? ആരാന്ന് എന്ന് ചോദിക്കുമ്പോഴേക്കും സുനന്ദ അങ്ങോട്ട് നടന്നു വന്ന്
പുറകുവശത്തെ സ്റ്റെപ്പിലൂടെ അങ്ങോട്ട് കയറി വരികയാ. സുനന്ദ, നീ ഈ നേരത്ത് എന്നവൾ പരിഭ്രമത്തോടെ ചോദിക്കേ. ഹാളിൽ നിൽക്കുന്ന സുധീഷും ഹരീഷിനോടായി, എടാ നിധി സുനന്ദ എന്നല്ലേ വിളിച്ചേ എന്ന് ചോദിക്കേ. അതെ എന്ന് ഹരീഷും. അപ്പോഴേക്കും ഞാൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് സുനന്ദ ചോദിക്കേ. നിധി അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അവളെ കാണാൻ എല്ലാവരും പകച്ചു നിൽക്കുമ്പോഴേക്കും അവൾ നിധിയുടെ കൂടെ ഡൈനിങ് ഹാളിലേക്ക് എത്തുകയാ. അവൾ സങ്കടത്തോടെ, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, അതാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. എനിക്ക് ഈ കല്യാണം വേണ്ട നിധി എന്നവൾ ഒച്ചത്തിൽ പറയുമ്പോഴേക്കും ഉമ്മറത്തിരുന്ന് പാട്ട് കേൾക്കായിരുന്ന അച്ഛനും ആ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് അവളുടെ സംസാരമല്ലേ എന്ന് പറഞ്ഞ് അച്ഛനും അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാ. ഇനി അവിടെ ഇരുന്നാ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്ന് സുനന്ദ പറയുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന അച്ഛനും, എടി എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ട് വന്നേ എന്ന് ഒച്ചയെടുക്കുമ്പോഴേക്കും അകത്ത് കിടക്കുകയായിരുന്ന സുഭാഷും അത് ശ്രദ്ധിക്കുന്നുണ്ട്. സുനന്ദയും സങ്കടത്തോടെ കരഞ്ഞു കൈകൂപ്പിക്കൊണ്ട്, എന്നെ ചീത്ത പറയില്ലേ ഭാസ്കരമാമ, എന്നെ ഇറക്കി വിടല്ലേ പ്ലീസ്. ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ ആർക്കും പരസ്പരം ഇഷ്ടമല്ലെന്നറിയാം. പക്ഷെ സുഭാഷേട്ടനെ മറക്കാൻ എന്നോട് പറയരുത്. സുഭാഷേട്ടനല്ലാതെ വേറൊരാൾക്കൊപ്പം ജീവിക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. എന്നെ പറഞ്ഞു വിടരുത് പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ കൈകൂപ്പി കരഞ്ഞോണ്ടിരിക്കുക. അവളുടെ സംസാരം ശ്രദ്ധിച്ച സുഭാഷും തന്റെ റൂമിന്റെ ഡോർ തുറന്ന് ഡൈനിങ് ഹാളിലേക്ക് വരുന്നുണ്ട്. അവൻ അങ്ങോട്ട് ചെന്ന്, എന്താ സുനന്ദേ, എന്തിനാ ഇപ്പൊ ഈ നേരത്തെ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കേ. സുനന്ദ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്ന്, എന്നെ കൊണ്ട് പറ്റില്ല സുഭാഷേട്ട. മനസ്സിൽ സുഭാഷേട്ടനെ പേറി വേറൊരാൾക്കൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. വീട്ടിൽ ഒരുപാട് പോരാടി നോക്കി, എന്റെ ഇഷ്ടം ആരും നോക്കിയില്ല. ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല. അതുകൊണ്ടാ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് എന്നവൾ കരഞ്ഞു പറയുമ്പോഴേക്കും, അതുകൊണ്ട് കല്യാണത്തിന്റെ തലേന്ന് ഏട്ടനെ വന്ന് കണ്ടിട്ട് പോവാമെന്ന് തീരുമാനിച്ചോ നീ എന്ന് സുധീഷൻ ചോദിക്കുക. അതുകൾക്ക് ഹരീഷും, ഡി നീ ഇതും പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കും, പിന്നാലെ നിന്റെ അച്ഛനും അമ്മയും ഞങ്ങള് തട്ടിക്കൊണ്ടു വന്നതാണെന്ന് പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും. എടി എന്തിനാടി അനാവശ്യമായിട്ട് കുഴപ്പമുണ്ടാക്കുന്നത്, പോ തിരിച്ചു പോവാൻ നോക്ക് എന്ന് ഹരീഷ് വഴക്ക് പറയുമ്പോഴേക്കും സുനന്ദ അവിടെ നിന്ന് പൊട്ടിക്കരയുകയാ. അപ്പോഴേക്കും അച്ഛനും, എടി ഇവിടെ ആർക്കും നിന്റെ പൂങ്കണ്ണീരൊന്നും കാണണ്ട. നിന്റെ അമ്മയുടെ നാക്കിന് പണ്ടേ എല്ലില്ലാത്തതാ. അവളിപ്പോ ഉറിഞ്ഞു തുള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരും, പിന്നാലെ ആ വേതാളങ്ങളും. കൊച്ചെ, നിന്റെ ഈ നാടകം നിർത്തി വേഗം വീട്ടിൽ പോവാൻ നോക്കിക്കേ. അപ്പോഴേക്കും നിധിയും, അച്ഛാ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് സുനന്ദയുടെ അടുത്തേക്ക് ചെന്ന്, കഴിഞ്ഞ തവണ നീ വന്നത് തന്നെ വലിയ പ്രശ്നമായി. നാളെ പുലർന്നാൽ നീ മണ്ഡപത്തിൽ ഇരിക്കേണ്ട ആളാ. നീ ചെയ്തത് ശരിയല്ല. വീട്ടിലറിഞ്ഞ ഇതിനെ ചൊല്ലി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാമോ? ഇവരൊക്കെ പിന്നെയും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. പഴയ കാര്യങ്ങളൊക്കെ നീ മറന്നോ? കുറച്ച് പ്രാക്ടിക്കൽ ആവാൻ നോക്ക്, എന്നിട്ട് ധൈര്യമായിട്ടിരിക്കും എന്ന് പറയേ. സുനന്ദയും കരച്ചിലൂടെ, തിരിച്ചു പോവാനല്ല നിധി ഞാൻ വന്നത്. ഇനി ഈ വീട്ടിലാ ഞാൻ താമസിക്കാൻ പോകുന്നത്, സുഭാഷ് ഏട്ടന്റെ കൂടെ. ആ തീരുമാനത്തിന് ഇനി മാറ്റമില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് സുഭാഷ് ഏട്ടനോടായി, സുഭാഷ് ഏട്ടാ എന്നെ നിങ്ങൾ പറഞ്ഞയക്കല്ലേ, ഇനി ഞാനിവിടെ സുഭാഷ് ഏട്ടന്റെ കൂടെയാ ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവന്റെ കൈ രണ്ടും ചേർത്ത് പിടിച്ച്, ഞാൻ ഇവിടെ നിന്നോളാം സുഭാഷ് ഏട്ടാ, എന്നോട് പോവാൻ പറയല്ലേ എന്ന് പറഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുകയാ. ഞാൻ അവര് പറയുന്ന അയാളെ കല്യാണം കഴിക്കില്ല, എനിക്ക് ആ കല്യാണം വേണ്ട എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരയെ. നികേഷും, ചേച്ചി ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ഇങ്ങനെ അവിടെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അന്ന് ചേച്ചിയുടെ ഉറപ്പ് വിശ്വസിച്ച ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ വന്നത്, പക്ഷെ വന്നില്ലല്ലോ. അവസാന നിമിഷം ഞങ്ങളെ മുഴുവൻ ചതിച്ചു. ഇപ്പൊ ഈ അവസാന നിമിഷം ഇവിടെ വന്ന് തിരിച്ചു പോവില്ലെന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവുക എന്ന് ചോദിക്കേ. അന്ന് എന്റെ എല്ലാ സർട്ടിഫിക്കറ്റും എടുത്ത് ഇറങ്ങിയതാ നികേഷെ ഞാൻ. വഴിയിൽ വെച്ച് അമ്മ കണ്ടു, എന്നെ ഒരുപാട് തല്ലി, വീട്ടിലിട്ട് പൂട്ടി, അമ്മ മരിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അത് കേട്ടപ്പോ ഞാൻ പതറിപ്പോയി. ഇത്രയും ദിവസം ഞാൻ എന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്റെ എല്ലാ ഇഷ്ടങ്ങളും മറന്നു, അവർക്ക് സന്തോഷമാവട്ടെ എന്ന് കരുതി. പക്ഷേ എന്റെ ലൈഫിൽ ഇത്തിരിയെങ്കിലും സന്തോഷം വേണ്ടേ? ഇനിയും ഞാൻ അവര് പറയുന്നത് കേട്ടാ എന്റെ ജീവിതം പാഴായി പോകും. എനിക്ക് പറ്റില്ല, വേറൊരാളെ സ്നേഹിക്കാൻ എന്നെ കൊണ്ടാവില്ല, എന്നെ പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞ് വീണ്ടും കൈകൂപ്പി അവൾ സങ്കടത്തോടെ കരയുകയാണ്. നിധിയും സുനന്ദയോടായി, സുനന്ദേ നീ ഒരുപാട് വൈകിപ്പോയി, ഒന്ന് സമാധാനമായിട്ട് ആലോചിച്ച് നോക്ക്. നേരം വെളുത്ത നിന്റെ കല്യാണമാ. ഇതിനിടയിൽ ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ പാടുണ്ടോ? ഈ കാര്യം നിന്റെ വീട്ടുകാരറിഞ്ഞാ എന്താവുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നീ കുറച്ചുകൂടെ മുന്നേ എടുക്കേണ്ട തീരുമാനമായിരുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ എന്ന് നിധി ചോദിക്കേ. എന്തുകൊണ്ടാ കഴിയാത്തത്? ഞാൻ എന്റെ അമ്മയും അച്ഛനെയും വീടും എല്ലാം ഉപേക്ഷിച്ച് വന്നില്ലേ എന്ന് ശബ്ദമുയർത്തിക്കൊണ്ട് സുഭാഷിനോടായി, സുഭാഷേട്ടൻ എന്നെ കല്യാണം കഴിക്കണം. സുഭാഷേട്ടൻ എന്നെ കല്യാണം കഴിച്ചാ എനിക്കിവിടെ കഴിയാലോ, എന്നെ ഒപ്പം കൂട്ടിക്കൂടെ, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ചോദിച്ചവൾ വീണ്ടും പൊട്ടിക്കരയുകയാ. അത് കേൾക്കെ അച്ഛനും ദേഷ്യത്തോടെ, ഇവളുടെ വാക്കും കേട്ട് അബദ്ധത്തിന് നിക്കല്ലേ, ഇത് പറയും. ആ പൂതനയും ബഗാസനും കൂടി വന്ന് വിളിച്ചാലേ പട്ടി വാലാട്ടി പോകുന്നത് പോലെ പോവുകയും ചെയ്യും എന്ന് പറയേ. സുനന്ദയും, ഇല്ല ഭാസ്കരമ്മ എന്നെ വിശ്വസിക്കേ, എനിക്ക് എങ്ങോട്ടും പോണ്ട, അവരാരും അറിയാതെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി എന്നെ ആരും അന്വേഷിക്കില്ല, ഞാൻ അവിടെ ഇല്ലെന്ന് രാവിലെ അറിയൂ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, എനിക്കിനി അങ്ങോട്ട് പോവണ്ട. ഇനി ഞാൻ ചത്താലും വേണ്ടില്ല, ആ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. സുഭാഷ് ഏട്ടാ എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ കാലിലേക്ക് വീണ് കെട്ടിപ്പിടിച്ച് കരയുക സുനന്ദ. മോളെ എന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുകയാണ് സുഭാഷും. എല്ലാവരും ചേർന്ന് സുനന്ദയുടെയും സുഭാഷിന്റെയും വിവാഹം നടത്താൻ തീരുമാനിക്കുന്നതും, സുഭാഷ് സുനന്ദയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങുന്നതും, സുനന്ദയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടെത്തുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.